കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. കോമളം കുജയൻ വേണും ശ്യാമളോയം കുമാരക വേദവേദ്യം പരബ്രഹ്മ ഭാസതാം പുരതോ മമ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. എല്ലാ സുഹൃതികളായ സജ്ജനങ്ങൾക്കും എന്റെ വിനീതമായ നമസ്കാരം. നാരായണീയത്തില് നമ്മള് ഇന്നിപ്പോ 6ാമത്തെ ദശകം വീരാൾ സ്വരൂപ വർണ്ണന, അതിലെ 8ാമത്തെ ശ്ലോകമാണ് നമ്മളിന്ന് അത് വായിച്ചിട്ട് അർത്ഥം മനസ്സിലാക്കാനായിട്ട് പോകുന്നത്. ഇതുവരെയുള്ള ശ്ലോകങ്ങളൊക്കെ നമ്മൾ അർത്ഥസഹിതം മനസ്സിലാക്കി കഴിഞ്ഞു. അതിന്റെ വീഡിയോസ് ഞാൻ പ്ലേലിസ്റ്റിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രോണീസ്ഥലം മൃഗഗണാ പതയോർനഖാസ്തേ ഹസ്ത്യുഷ്ട്ര സൈന്ധവമുഖാഗമനം ദുകാല വിപ്രാതിവർണഭവനം വദനാബ്ജബാഹുചാരൂരയുഗ്മചരണം കരുണാംബുദേതേ. അപ്പോ നമ്മള് ഭഗവാന്റെ ഓരോ അവയവങ്ങള് എന്തൊക്കെ കാര്യങ്ങളാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് നോക്കാട്ടോ. ശ്രോണി സ്ഥലം. ശ്രോണി എന്ന് പറഞ്ഞാൽ എന്താണ്? അരക്കെട്ട്. ഭഗവാന്റെ അരക്കെട്ട് എന്ന് പറയുന്നത് ഇതാണ്. മൃഗഗണാഹ, മൃഗങ്ങളുടെ സമൂഹമാകുന്നു. ഗണം പറഞ്ഞാൽ സമൂഹം, മൃഗങ്ങളുടെ കൂട്ടം ആകുന്നു എന്താ ഭഗവാന്റെ അരക്കെട്ട് എന്ന് പറയുന്നത്. പതയോർ നഖാസ്തേ. പതയോഹോ പ്ലസ് നഖാഹ പ്ലസ് തേ. പതയോഹോ പറഞ്ഞ എന്താണ്? പാദങ്ങള്. പാദങ്ങളിലെ നഖങ്ങള് എന്ന് പറയുന്നത് എന്താണ്? ഭഗവാന്റെ പാദങ്ങളിലെ നഖങ്ങളെ എന്ന് പറയുന്നത് ഹസ്ത്യുഷ്ട്ര സൈന്ധവ മുഖ. അത് പദം പിരിക്കുമ്പോ ഹസ്തി പ്ലസ് ഉഷ്ട്ര പ്ലസ് സൈന്ധവ പ്ലസ് മുഖ, അങ്ങനെയാണ്. ഹസ്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആന. പിന്നെ ഉഷ്ട്ര എന്ന് പറഞ്ഞാൽ ഒട്ടകം. സൈന്ധവ പറഞ്ഞ കുതിര. മുഖ എന്ന് പറഞ്ഞാൽ മുതലായവ. അപ്പോ ഈ ഭഗവാന്റെ കാലിലെ നഖങ്ങള് എന്ന് പറയുന്നത് എന്താണ്? ആന, ഒട്ടകം, കുതിര മുതലായവയാകുന്നു പറയണം. ഗമനം തു കാല. ഗമനം എന്ന് പറയുന്നത് സഞ്ചാരം. ഭഗവാന്റെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സഞ്ചാരം, ആ മൂവ്മെന്റ്സ് എന്ന് പറയുന്നത് എന്താണ്? കാല. കാലഹ കാലമാകുന്നു. ഭൂതം, വർത്തമാനം, ഭാവി അങ്ങനെയുള്ള കാലങ്ങളില്ലേ, അതേന്ന് പറയുന്നത് ഭഗവാന്റെ സഞ്ചാരമാകുന്നു, മൂവ്മെന്റ്സ് ആകുന്നു പറയാണ്. വിപ്രാതിവർണ ഭവനം. വിപ്രൻ ആദ്യ. വിപ്രൻ എന്ന് പറഞ്ഞതാണ് ബ്രാഹ്മണൻ. വിപ്രൻ ആദ്യമായിട്ടുള്ള, വിപ്രൻ മുതലായവരെന്ന് പറഞ്ഞാൽ ബ്രാഹ്മണര്, ക്ഷത്രിയര്, വൈശ്യര്, ശൂദ്രര്, അങ്ങനെ 4 വർണ്ണങ്ങളായിരുന്നല്ലോ മുമ്പ് ആളുകളെ തരംതിരിച്ചിരുന്നത്. അതാണ് വിപ്രാതിവർണ. വിപ്രൻ ആദ്യമായിട്ടുള്ള വർണ്ണങ്ങളായിട്ടുള്ളവരെ അവരുടെ ഭവനം, ഉത്ഭവം, ഇരിപ്പിടം എന്ന് പറയുന്നത് എന്താണെന്ന് പറയുന്നത് വദനാബ്ജബാഹുചാരൂരയുഗ്മചരണം. അത് ഒന്നിച്ചാണ് കേട്ടോ. വദനാബ്ജബാഹുചാരൂരയുഗ്മചരണം, അങ്ങനെ ഒന്നിച്ച് വായിക്കണം നമ്മളിത് വായിക്കുമ്പോ. വദനാബ്ജം. വദനം എന്ന് പറഞ്ഞാൽ എന്താണ്? മുഖം. അബ്ജം എന്ന് പറഞ്ഞാൽ താമര. അപ്പൊ ആ താമരപ്പൂവിന്റെ ഇതള് പോലെയുള്ള ആ മുഖം, ആ ഭഗവാന്റെ മുഖം ഭഗവാന്റെ മുഖം എന്ന് പറയുന്നത് ബ്രാഹ്മണനാകുന്നു എന്ന് പറയാണ്. അതുപോലെ ബാഹു. ബാഹു എന്ന് പറഞ്ഞാൽ കൈകള്. കൈകളെ എന്ന് പറയുന്നത്, ഭഗവാന്റെ കൈകളെ എന്ന് പറയുന്നത് ക്ഷത്രിയനാകുന്നു. ചാരു. ചാരു എന്ന് പറഞ്ഞാൽ മനോഹരമായത്. ഊരു യുഗ്മ. യുഗ്മം എന്ന് പറഞ്ഞാൽ 2. ഊരു എന്ന് പറഞ്ഞാൽ തുട. ആ ഭഗവാന്റെ 2 തുടകള് എന്ന് പറയുന്നത് ആരാകുന്നു? വൈശ്യനാകുന്നു. അതുപോലെ ചരണം, കാലിലെ പാദങ്ങള്. പാദം, കാല എന്ന് പറയുന്നത് ശൂദ്രനാകുന്നു. അപ്പൊ 4 വർണ്ണങ്ങള് ഭഗവാന്റെ എന്തൊക്കെയാണ് എന്നുള്ളതാണ്
മനസ്സിലാക്കി തരുന്നത്. അപ്പൊ ഈ വർണ്ണവിവേചനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും അത് ജാതിയിലല്ല, നമ്മുടെ കർമ്മങ്ങൾ അനുസരിച്ചിട്ടാണ് ഓരോ ജാതികളെയും തീരുമാനിക്കുന്നത് കേട്ടോ. പണ്ടൊന്നും അങ്ങനെ ആയിരുന്നില്ല. പക്ഷെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തരുടെയും കർമ്മങ്ങള്, ബ്രഹ്മത്തെ അറിയുന്നവൻ അവരാരാണോ അവരാണ് ബ്രാഹ്മണൻ. അല്ലാതെ ഒരു ജാതിയിൽ ജനിച്ചത് കൊണ്ട് അവർ ഒരിക്കലും ബ്രാഹ്മണനാകുന്നില്ല. അത് നമ്മൾ മനസ്സിലാക്കണം. ബ്രാഹ്മണനിൽ നിന്ന് വേണമെങ്കിൽ ശൂദ്രനിലേക്ക് തരം താഴാനും നമുക്ക് പറ്റും. അതുപോലെ ശൂദ്രനിൽ നിന്ന് നല്ല കർമ്മങ്ങൾ ചെയ്ത് ബ്രാഹ്മണനിലേക്ക് ഉയരാനും പറ്റും എന്നുള്ളത് നമ്മളെപ്പോഴും മനസ്സിലാക്കണം. അപ്പോ അത് ഭഗവാന്റെ ഓരോരോ അവയവങ്ങളിൽ നിന്ന്. അപ്പോ ഈ ഭഗവാന്റെ ആ താമരയുടെ ഇതള് പോലെയുള്ള ആ മുഖം, അതിൽ നിന്നാണ് പിന്നെ ബ്രാഹ്മണരുണ്ടായിരിക്കുന്നത് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഭഗവാന്റെ കൈകളിൽ നിന്നാണ് ക്ഷത്രിയരുണ്ടായിരിക്കുന്നത്. അതുപോലെ ഭഗവാന്റെ 2 തുടകളിൽ നിന്നാണ് വൈശ്യരുണ്ടായിരിക്കുന്നത്. പാദങ്ങളിൽ നിന്ന്, ചരണങ്ങളിൽ നിന്ന്, കാലുകളിൽ നിന്നുണ്ടായിരിക്കുന്നു ശൂദ്രരും ഉണ്ടായി എന്നാണ് പറയുന്നത്. കരുണാംബുദേ തേ. തേ എന്ന് പറഞ്ഞാൽ അവിടെ നമ്മളിൽ ഓരോന്നിന്റെയും കൂടെ തേ അങ്ങയുടെ എന്ന് പറയേണ്ടതാണ്. കരുണാംബുദേ എന്ന് പറഞ്ഞാൽ അയ്യോ ഗുരുവായൂരപ്പ എന്ന് പറയാണ്. അപ്പോ ഗുരുവായൂരപ്പന്റെ ഓരോ അവയവങ്ങള്, അരക്കെട്ട് എന്ന് പറയുന്നത് മൃഗഗണങ്ങളാകുന്നു, മൃഗങ്ങളുടെ സമൂഹമാകുന്നു. അതുപോലെ തന്നെ ഭഗവാന്റെ നഖങ്ങള്, കാലുകളിലെ ആ നഖങ്ങളെ എന്ന് പറയുന്നത് അസ്ത്യുഷ്ട സൈന്ധവ മുഖ, ആന, ഒട്ടകം, കുതിര മുതലായവയാകുന്നു. അതുപോലെ ഭഗവാന്റെ മൂവ്മെന്റ്സ്, സഞ്ചാരം, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സഞ്ചാരം എന്ന് പറയുന്നത് കാലമാകുന്നു. അതുപോലെ വിപ്രാതി ഭവനം, ആ വിപ്രൻ ആദിയായിട്ടുള്ള വർണ്ണങ്ങളുടെ ഇരിപ്പിടം എന്ന് പറയുന്നത് ഓരോ പറഞ്ഞ പിന്നെ എന്താ പറയാ, ബ്രാഹ്മണരെ എന്ന് പറയുന്നത് ഭഗവാന്റെ ആ താമര പോലെയുള്ള മുഖമാകുന്നു. അതുപോലെ കൈകളെ എന്ന് പറയുന്നത് ക്ഷത്രിയനാകുന്നു. 2 തുടകളെ എന്ന് പറയുന്നത് വൈശ്യനാകുന്നു. പാദങ്ങളെ എന്ന് പറയുന്നത്, കാലുകളെ എന്ന് പറയുന്നത് ശൂദ്രനാകുന്നു. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ശ്ലോകത്തിൽ നമ്മൾ മനസ്സിലാക്കിയത്. അപ്പോ ഈ ശ്ലോകം ഞാൻ ഒന്നുകൂടി വായിക്കാം. ശ്രോണീസ്ഥലം മൃഗഗണാ പദയോർനഖാസ്തേ ഹസ്ത്യുഷ്ട്രസൈന്ധവ മുഖാഗമനം തുകാല വിപ്രാതിവർണഭവനം വദനാബ്ജബാഹുചാരൂരുയുഗ്മചരണം കരുണാംബുദേതേ. അപ്പോ ഞാൻ പറയുന്നതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് മനസ്സിലായി ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അത് മറ്റുള്ളവരിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോ എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം ഉണ്ടാകട്ടെ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം തത്സത്.